ഞാൻ ഇന്നൊരു പഴയകാല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഈ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോൾ പിന്നെ പണ്ടൊക്കെ ഈ ചക്കക്കുരും അതുപോലെ ചേമ്പുംതണ്ട് ചേനത്തണ്ട് ഇതൊക്കെ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ ഒരു പലവക കൂട്ടാനുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പണ്ടുള്ളവരുടെ ഒരു ആരോഗ്യ രഹസ്യം. ഇന്നുള്ളവർക്ക് അതൊന്നും ഉണ്ടാക്കാൻ സമയമില്ല. അത് ഉണ്ടാക്കി കഴിച്ചാൽ മക്കൾ കഴിക്കൂല. ഇവിടെ ഞാൻ ഉണ്ടാക്കാറുണ്ട്, മക്കളും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ താളിൻ്റെ തണ്ടാണ് എടുക്കുന്നത്, ചേമ്പല്ല, കാട്ടിലുണ്ടാകുന്ന താളാണ്. ആ താളിൻ്റെ ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചെറിയ ഇല ഉണ്ടാവും, അതൊന്നും പ്രശ്നമല്ല. മൂത്ത തണ്ട് എടുക്കരുത്. കണ്ടോ, അതേപോലെ ലാസ്റ്റ് വരുന്ന ഒരു തണ്ട് അതാണ് എടുക്കേണ്ടത്. അപ്പം ഞാനങ്ങനെ താളിൻ്റെ തണ്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ താളും ചേമ്പൊക്കെ പറിക്കുമ്പോൾ വെട്ടുമ്പോൾ അതിന് നല്ലോണം ശ്രദ്ധിക്കണം. അതിൻ്റെ നീര് കയ്യിലാകാതെ സൂക്ഷിക്കണം. കയ്യിലായാൽ നന്നായിട്ട് ചൊറിയും, കുറച്ച് കഴിയുമ്പോൾ മാറും ചെയ്യും. ഇതാണ് ഞാൻ താളിൻ്റെ തണ്ട് വെട്ടിക്കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നതാണ്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ നീരുണ്ടാകും, അത് കയ്യിലാകാതെ സൂക്ഷിക്കണം. ഇനി ഇതിൻ്റെ തൊലി നമുക്കിങ്ങനെ മുകൾ ഭാഗത്ത് കത്തി വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് ചീന്തി എടുക്കണം. പെട്ടെന്ന് പോരും, നല്ല ഈസിയാണ് ഇത് ഇങ്ങനെ ചീന്തി എടുക്കാൻ. ഇതേപോലെ നമ്മൾ കത്തി വെച്ചിട്ട് നഖം വെച്ചിട്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ചീന്തി എടുത്താൽ പെട്ടെന്ന് പോന്ന് കിട്ടും. ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നീര് നമ്മുടെ കൈഭാഗങ്ങളിൽ എവിടെയെങ്കിലും ആവണം നോക്കുക എന്നാണ്. അത് ആയാൽ ചൊറിച്ചിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കും. ഗ്ലൗസൊക്കെ ഇട്ടുങ്ങാണ്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചൊറിച്ചിൽ വരില്ല. ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർ ചേനയും ചേമ്പൊക്കെ നന്നാക്കുമ്പോൾ സൂക്ഷിക്കണം, അവർക്കും ചൊറിച്ചിൽ വരും. ഗ്ലൗസ് ഇട്ടാക്കിയാൽ ആ ഗ്ലൗസ് കളഞ്ഞാൽ മതി. അപ്പം ഞാൻ ഇതിനെ താളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് തന്നെ അരിഞ്ഞിടാം. വേറെ പാത്രത്തിൽ അരിയേണ്ട ആവശ്യമില്ല. അതിലേക്ക് തന്നെ നമ്മൾ എന്ത് വെക്കുകയാണെങ്കിലും അതിൻ്റെ അടിയിലാണ് ഈ താളിൻ്റെ ഇത് ഇടേണ്ടത്. ചേമ്പ് തണ്ടാണെങ്കിലും നമ്മൾ അടിഭാഗത്ത് വേണം ഇത് ഇടാൻ. ഇത് അധികം വെള്ളമുള്ള ഇതാണ്, അപ്പോൾ പിന്നെ അടി പിടിക്കൂല. അപ്പം ഞാൻ ചക്കക്കുരിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു തൊലി കളയാൻ ഭയങ്കര മടിയായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോൾ സുഖമാണ്, പുറംതൊലി മാത്രം കളഞ്ഞാൽ മതി. അപ്പം ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചക്കക്കുരു മുകളിൽ ഇട്ടാൽ മതി, അടിയിൽ ആണ് താളിൻ്റെ ഇത് നുറുക്കിയത് ഇടാൻ. താള് വെള്ളമുള്ളതാണ്, അപ്പോൾ വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ കാന്താരി, പച്ചമുളകും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ആണ് അടുപ്പിൽ വെക്കുന്നത്. ഇത് നമ്മൾ ഒരു വിസിൽ വന്നാൽ ചെറിയ തീയിൽ, ഏറ്റവും ചെറിയ തീയിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇതിൽ പിന്നെ ഈ ആവിയിൽ കിടന്ന് വേകണം. അപ്പോഴേ ഇതിൻ്റെ ആ ചൊറിച്ചിൽ പോവുള്ളൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മൾ ചാച്ചി നിറങ്ങാണ്ട് പെട്ടെന്ന് നമ്മൾ വേവിച്ചെടുത്താൽ ഇതിൻ്റെ ചൊറിച്ചിൽ പോകില്ല. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ വെള്ളവും മഞ്ഞൾപ്പൊടി ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു കുക്കറിൽ വെച്ച് അടുപ്പിൽ വെക്കാം. അപ്പോൾ അരമണിക്കൂർ ഞാൻ സിമ്മിലൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരും അതുപോലെ താളിൻ്റെ തണ്ടും. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചക്കക്കുരൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വെന്തിട്ടുണ്ട്. കാരണം അത് പെട്ടെന്ന് ചീറ്റിച്ചെടുക്കാൻ പറ്റാത്തൊരു വിഭവമാണ്. സാവധാനം വെന്ത് ആണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അല്പം പുളീൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ഞാൻ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തൈരാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഒരല്പം പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് പുളി ആവരുത്, ഒരു അല്പം പുളി ഉള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ തൈരില്ലാത്തവർക്കൊരു ലേശം പുളി ഒഴിച്ചു കൊടുത്താലും മതി. ആ പുളി ഉണ്ടാകുമ്പോൾ അതിനൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ താളിൻ്റെ കൂട്ടാനിവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കടുവും വറുത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും ഉണ്ടാക്കി. അപ്പോൾ താള ഇഷ്ടം പോലെ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട്. നല്ല ആരോഗ്യമുള്ളൊരു കൂട്ടാനാണ്. ഇങ്ങനെ ഒരു വിഭവമൊക്കെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്